വരണം വരണം മിസ്റ്റർ മാരാർ. മാരാർ സാർ വരാൻ സമയമായെന്ന് ഞാനിവരോടിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ആരാച്ചാരെത്തിയെന്നറിഞ്ഞു. കണ്ടംപ്റ്റ് സെല്ലിൽ കിടക്കേണ്ടയാൾ ഇവിടെ കിടക്കുന്നത് കാണുമ്പോ DAGക്ക് അതൃപ്തി കാണും. അതൃപ്തി മാറ്റി തൃപ്തി വരുത്താൻ ഞാൻ എന്ത് ചെയ്യണം? തൂക്കുവരച്ചോട്ടിൽ തലയെ കുറിച്ച് നിന്നാ മതി. ഞാൻ നിങ്ങളെ കണ്ടം സെല്ലിലേക്ക് മാറ്റാനാണ് വന്നത്. എഴുതേക്ക്. സോറി സർ, ഇയാളെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. ഈസ് എ ഹാർട്ട് പേഷ്യന്റ്. ഹാർട്ട് ഉണ്ടെങ്കിലല്ലേ പേഷ്യന്റ് ആകൂ. എന്റെ പേഷ്യന്റിനെ ഈ നിലയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എങ്കിൽ ഇവിടെ വെച്ച് തൂക്കിക്കൊല്ലാൻ നിയമം പറയട്ടെ. നിങ്ങൾ അല്പം കൂടി ദയ കാണിക്കണം. ഇയാളൊരു പേഷ്യന്റ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റിന് ഇയാളുടെ ദയയില്ല, പിന്നല്ലേ? മിസ്റ്റർ മാരാർ, ഹൈദർ മുതലാളിയെ വിലങ്ങ് വെക്കരുത്. തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരാളുടെ കയ്യിൽ വിലങ്ങ് വെച്ചില്ലെങ്കിൽ കോടതി എന്നെ ശിക്ഷിക്കും. MLA ആണ് പറയുന്നത് അദ്ദേഹത്തെ വിലങ്ങ് വെക്കരുതെന്ന്. ഹോം മിനിസ്റ്റർ പറഞ്ഞാലും ഞാൻ വിലങ്ങ് വെച്ചേ കൊണ്ടുപോകും. എടോ, തന്റെ ഈ DAG കുപ്പായ ഊരി തന്നെ ഞാൻ തേരാപ്പാര കവാത്ത് നടത്തിച്ചില്ല. 5-5 വോട്ടിന്റെ ബലത്തിൽ MLA ആയവൻ ആജ്ഞാപിക്കണ്ട, അനുസരിച്ചാ മതി. അവിടെ മാറിക്കണം. ഈ സല്യൂട്ട് ആർക്കാ? എനിക്കോ ഹൈദർക്കോ? മുതലാളി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാൻ ഇപ്പൊ ഹോം മിനിസ്റ്ററെ വിളിച്ചു പറയാം. ഒന്നും വേണ്ട കുട്ടി നേരെ. ഓന്റെ ഒരു ആഗ്രഹമല്ലേ, തൂക്കണമെങ്കിൽ തൂക്കട്ടെ. പോവാ. ഇത് നിന്റെ ബുദ്ധിയാണല്ലേ? കയറാൻ വരട്ടെ. രാംദാസ്, സെൻട്രൽ ജയിൽ തന്റെ സാമ്രാജ്യമല്ലേ? തന്റെ നിയമം തന്നെ നടക്കട്ടെ. പുതിയ അതിഥിയെ നല്ല മനസ്സോടെ 2 കൈ നീട്ടി സ്വീകരിക്കണം. നടയടി പതിവല്ലേ? അടിക്കണോ ഇവനെ? സാറല്ല, തന്നെ അനുസരിപ്പിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥനാ പറയുന്നത്. ഹൈദരുടെ മുഖത്തടിക്ക്. അടിക്കണോ? അടിക്കാൻ. മനെ, ഞാനേ ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് വരാം. ആഹാ, താനീ മുറ്റത്തിറങ്ങി പോരുത്. നമ്മളോട് ഒളിച്ചു താമസിക്കുക, സൂചിച്ച് താമസിക്കല്ല, ഓർത്തോ. അല്ല, ഇച്ചിരി വെണ്ണ കിട്ടിയിട്ട് വേണം കയറൊന്ന് മിനുസപ്പെടുത്താൻ. കഴുത്തില് കയറ് മുറുകുമ്പോ തൂങ്ങുന്നവന്റെ കഴുത്തില് കയറൊരഞ്ഞ് ചോര വരാൻ പാടില്ല. അതിനാ ദേ പച്ചക്കറി ഞാൻ അരിഞ്ഞു തരാ. ഞാൻ കാരണേ അമ്മന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടാ. ഹൈദറിന്റെ കഴുത്തിൽ കൊലക്കയർ വീഴുന്നവരെ നരിമാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ കയറിൽ താൻ വെണ്ണ ഉരുട്ടി മിനുസപ്പെടുത്തൊന്നും വേണ്ട. ഒരുപാട് പേരുടെ ചോരയൊഴിക്കും എന്റെ കഴുത്തിന്ന്. ഇത്തിരി ചോരയൊക്കെ പൊടിയാൻ. നീയായിരുന്നു. നീ ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടോ? ഇല്ല. ഹൈദറിനെ തൂക്കിലിടുന്നവരെ നമ്മളെല്ലാം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും കാശിയെ. വാ. എന്റെ ഭഗവാനെ, കാശിക്കിപ്പോ വൈരക്കല്ലിന്റെ വിലയാ. എത്ര പേരാ കാവൽക്കാര്. തന്റെ അടുത്ത് പുറത്തിറങ്ങാനെന്നല്ലേ പറഞ്ഞേ? കേറാത്ത കേറാൻ.
നീ ഏതാടാ? ഞാൻ കാശി, പുതിയ രാജാരാ. എന്റെ ചേട്ടായി ഭൈരവൻ. ഇതെന്നെ പണിക്കെടുത്ത എന്റെ കടലാസാ. എന്താടാ നിന്റെ ചേട്ടൻ ചത്തോ? അതിലും വലിയ മഹാപാപികൾ ജീവിച്ചിരിക്കുമ്പോ എന്റെ ഏട്ടായിയെ കാലം വിളിക്കുകയെന്നെ. നിന്റെ ചേട്ടൻ ഇതൊക്കെ നിർത്തിവെച്ച് പോയതാണല്ലോടാ, പിന്നെ നീ എന്തിനു വന്നു? ആളുകളെ തൂക്കിക്കൊള്ളുന്നത് ഒരു രസല്ലേ അമ്മ? ഹൈദർ ആരാണെന്ന് നിനക്കറിയാമോ? ഈ കനലിനോടാ നിന്റെ കളി. വെള്ളം ഒഴിച്ച കെടാത്ത തീ ഉണ്ടായമ്മന്നെ. സെൻട്രൽ ജയിലിനകത്ത് നിന്ന് നീ നേർക്ക് നേരെ വർത്തമാനം പറയുന്നത് ആരുടെ ധൈര്യത്തിലാണെന്നറിയാം. ഇടിച്ച് നിന്റെ എല്ലൊടിക്കും. ഹൈദരെ കൊല്ലാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എഴുതി തന്നിട്ട് പൊയ്ക്കോ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഇതുവരെ 8-10 അടകോടന്മാര് എന്റെ ഏട്ടായി കൊന്നിട്ടുള്ളൂ. ഇപ്പോ ഏമാമാര് വരെ പേടിക്കുന്ന ഒരു വലിയ അമ്മനെ കയ്യെ കിട്ടിയപ്പോ ഞാനത് കളയാനാ. ചുമ്മാ ശാഖനം മുടക്കാതെ ആ കൊലമുറിയിട്ട് താക്കോലിങ്ങോട്ട് ഏമാനെ. നോ സർ. എന്താ സാറിന്റെ വീറും വാശിയും ഇവനോട് വേണ്ട. ജയിലിനകത്തായാലും പുറത്തായാലും ഇവന്റെ പൂർണ്ണ സംരക്ഷണം എനിക്കാ. ദാ അതിനുള്ള ഗവൺമെന്റ് ഓർഡർ. വാ. ഒരുപാട് പേരെ കൊന്നവനാ ഹൈദർ. ആ എന്നെ തൂക്കിക്കൊല്ലുന്ന തന്നെ ചാവുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. ജയിലിൽ ഒരാളെ തൂക്കിയ തനിക്ക് എന്ത് കിട്ടും? പുണ്യം കിട്ടും, പിന്നെ 150 രൂപയും. അങ്ങാടിയിൽ 5 കാളയറുത്ത അതിൽ കൂടുതൽ കിട്ടുമല്ലോ. പക്ഷെ പുണ്യം കിട്ടില്ല. തന്നെ വിളിച്ചത് ഒന്ന് കാണാനാ. കണ്ടു, വയ്ക്കോ. വന്ന ജോലി തീർത്തിട്ട് പോവാം അല്ലേ മന്നെ? നീ കെട്ടിത്തൂക്കിയാലും ഞാൻ ചാവില്ല. നിന്നെ തൂക്കിക്കൊല്ലാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട, നിന്റെ പോലും. പക്ഷെ എന്നെ കൊല്ലണമെങ്കിൽ എന്റെ അനുവാദം വേണം. വയ്ക്കോ. നരേശമ്മാച്ചൻ ആരാച്ചാർക്ക് കൂട്ട. നമ്മൾ തമ്മിലൊരു കണക്ക് തീർക്കാനുണ്ട്. മനസ്സിൽ ഞാൻ ചുവന്ന വരയിട്ട് വെച്ചിരിക്കുന്ന ഒരു കണക്ക്. എന്താ ഭദ്ര? നാളെ സൂര്യോദയത്തിന് മുമ്പ് ഹൈദർ മരക്കാരെ തൂക്കിക്കൊല്ലും. തൂക്കിക്കഴിഞ്ഞാൽ പിന്നെ ശവം ജയിലിനകത്തൂടെ പുറത്തേക്ക് കൊണ്ടുവരില്ല. ഇതിലേ കൊണ്ടുവരും. ഇവിടെ വെച്ച് ബന്ധുക്കൾ കളക്ട് ചെയ്യാം. അലീക്ക, മയ്യത്ത് തറവാട്ടിലേക്കോ അതോ? അലി, വേണ്ട. Under the above circumstances, I hold that the accused Haider Marakar is convicted for murdering Veera Simhan and Pratapan on 8/8/1989 in the suburbs of... മതി മതി, ഇത് പലവട്ടം വായിച്ചു കേട്ടതാ.
എന്ത് വേഷമാടുന്നത്? ആരാച്ചാർക്കും നിയമത്തിനും നിറം കറുപ്പ്, തോട്ടിക്കും ലാത്തിക്കും നിറം കാക്കി. കൊള്ളാം. അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. എന്നെ തൂക്കിക്കൊല്ലരുത്. തന്നെ കൊണ്ട് സാധിക്കുമോ? അഞ്ച് മിനിറ്റ് കൂടിയുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹലോ, സെൻട്രൽ ജയിൽ. ഇത് പോലീസ് വയർലെസ് സെല്ലിൽ നിന്നാണ്. ഡൽഹിയിൽ നിന്ന് ഒരു അർജന്റ് മെസ്സേജ് ഉണ്ട്. എന്താ? തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ വെച്ച് നടന്ന ഒരു എക്സ്പ്ലോഷനിൽ ഉപരാഷ്ട്രപതി വൈദ്യലിംഗം ദാരുണമായി കൊല്ലപ്പെട്ടു. ഒരാഴ്ച കാലത്തേക്ക് ഇന്ത്യ ഒട്ടാകെ ദുഃഖാചരണം. അതുവരെ ഹൈദരുടെ എക്സിക്യൂഷൻ നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവായിരിക്കുന്നു. ഹൈദരുടെ കെട്ടഴിക്കൂ. മരിച്ച മഹാന് എന്റെ പേരിൽ റീത്ത് വെച്ചേക്ക്.